ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർഗ്ഗാത്മക വ്യവസായത്തിൽ വൻ സാധ്യതയുള്ള ഇന്ത്യൻ സിനിമ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി. ദക്ഷിണ കൊറിയയിൽ രാവിലെയുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 179ആയി. കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സംസ്ഥാന സർക്കാർ. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന് വീഴ്ചയെ തുടർന്ന് ഗുരുതര പരിക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെ തകർത്ത് ബംഗാൾ ഫൈനലിൽ. രണ്ടാം സെമിയിൽ കേരള മണിപ്പൂർ പോരാട്ടം. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത വർഷം ജനുവരി 26 നമ്മുടെ ഭരണഘടന 75 വർഷം പൂർത്തിയാക്കുന്നത് എല്ലാവർക്കും അഭിമാനകരമായ കാര്യമാണെന്നും പ്രധാനമന്ത്രി. ഭരണഘടനയുടെ പൈതൃകവുമായി ബന്ധിപ്പിക്കാൻ തയ്യാറാക്കിയ പ്രത്യേക വെബ്സൈറ്റിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ എല്ലാവരോടും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. 2025 में 26 जनवरी को हमारे संविधान को लागू हुए 75 वर्ष होने जा रहे हैं. हम सभी के लिए बहुत गौरव की बात है. हमारे संविधान निर्माताओं ने हमें जो संविधान सौंपा है वो समय की हर कसौटी पर खरा उतरा है. संविधान हमारे लिए गाइडिंग लाइट है, हमारा मार्गदर्शक है. ये भारत का संविधान ही है. ലോകത്തിൽ മറ്റൊരിടത്തും കാണാനാകാത്ത വിധം നാനാത്വത്തിൽ ഏകത്വം പ്രകടമാകുന്ന കാഴ്ചയാണ് അടുത്ത മാസം 13 മുതൽ പ്രയാഗ്രാജിൽ നടക്കുന്ന കുംഭമേളയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. നമ്മുടെ സിനിമകളുടെയും ടിവി സീരിയലുകളുടെയും ജനപ്രീതി സർഗ്ഗാത്മക വ്യവസായത്തിലെ വൻ സാധ്യതകളാണ് കാണിക്കുന്നതെന്നും ഇത് നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. हमारी एनिमेशन फिल्मों की, रेगुलर फिल्मों की, टीवी सीरियल्स की पॉपुलैरिटी दिखाती है कि भारत की क्रिएटिव इंडस्ट्री में कितनी क्षमता है. यह इंडस्ट्री न सिर्फ देश की प्रगति में बड़ा योगदान दे रही है बल्कि हमारी इकोनॉमी को भी नई ऊंचाइयों पर ले जा रही है. ഭാരതത്തിന്റെ സർഗ്ഗാത്മക കഴിവുകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള വലിയ അവസരമാണ് അടുത്ത വർഷം സംഘടിപ്പിക്കുന്ന ലോക ശ്രവ്യ ദൃശ്യ വിനോദ ഉച്ചകോടിയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. കായികരംഗം, ശാസ്ത്രം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങി സകല മേഖലകളിലും രാജ്യം പുതിയ ഉയരങ്ങൾ തൊടുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നുമുള്ള ആവേശം ഒരുമിച്ച് കൊണ്ടുവരുന്നതിൽ ജനപങ്കാളിത്തം സഹായിച്ചുവെന്നും ഇത് വർദ്ധിപ്പിക്കുന്നതിനുള്ള വേദിയായി മൻ കി ബാത് പരിപാടി മാറിയെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി പുതുവത്സരാശംസകൾ നേർന്നു. ദക്ഷിണ കൊറിയയിൽ ഇന്ന് രാവിലെയുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 179ആയി. 6 ജീവനക്കാർ ഉൾപ്പെടെ 181 പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. 2 പേരെ രക്ഷപ്പെടുത്തി. ദക്ഷിണ കൊറിയയിലെ സിയോളിൽ നിന്ന് 290 കിലോമീറ്റർ തെക്ക് മുവാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗിനിടെ ബോയിംഗ് വിമാനം സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചു കയറിയതാണ് അപകട കാരണം. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി കേരള സർക്കാർ. ജനുവരി 1 മുതൽ ആരംഭിക്കുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായാണ് ഇത്. നിയമലംഘകർക്കെതിരെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ എൻഫോഴ്സ്മെന്റ് ടീം വഴിയുള്ള നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കും. ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രധാന കേന്ദ്രങ്ങളിൽ നിരീക്ഷണ ക്യാമറകളും മാലിന്യ ശേഖരണത്തിന് ബിന്നുകളും സ്ഥാപിക്കും. തൃക്കാക്കര എംഎൽഎ ഉമാ തോമസിന് വീഴ്ചയെ തുടർന്ന് ഗുരുതര പരിക്ക്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ 12,000 ഭരതനാട്യ നർത്തകരെ പങ്കെടുപ്പിച്ച് സംഘടിപ്പിക്കുന്ന നൃത്തപരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കാൻ എത്തിയതായിരുന്നു അവർ. ഗ്യാലറിയിൽ നിന്ന് 15 അടി താഴ്ചയിലേക്ക് വീണാണ് അപകടം. തലയ്ക്ക് പരിക്കേറ്റ എംഎൽഎയെ ആശുപത്രിയിലേക്ക് മാറ്റി. വിദേശത്ത് നിന്നുള്ള വിദഗ്ധ തൊഴിലാളികളെ യുഎസിലേക്ക് കുടിയേറാൻ അനുവദിക്കുന്ന H-1B വിസ പദ്ധതിയെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യായീകരിച്ചു. മികച്ച പദ്ധതിയാണ് ഇതെന്ന് ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി. അതേസമയം തന്റെ ആദ്യ ഭരണ കാലയളവിൽ വിദേശ തൊഴിലാളി വിസകൾക്ക് ട്രംപ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഫിഡെ വനിതാ ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ കൊനേരു ഹംപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇത് രണ്ടാം തവണയാണ് ഹംപിക്ക് ലോക റാപ്പിഡ് കിരീടം ലഭിക്കുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന ഏക ഇന്ത്യക്കാരിയായ ഹംപിയുടെ കഴിവ് പ്രചോദനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബോർഡർ ഗാവസ്കർ ട്രോഫി നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യയ്ക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 333 റൺസ് ലീഡ്. നിലവിൽ രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് 9 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺ എന്ന നിലയിലാണ്. 5 മത്സരങ്ങളുള്ള പരമ്പര നിലവിൽ 1-1 എന്ന നിലയിലാണ്. മൂന്നാം ടെസ്റ്റ് സമനിലയിലായിരുന്നു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FC പോരാട്ടം. ജംഷഡ്പൂരിലാണ് മത്സരം. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മുഹമ്മദൻ MCയെ പരാജയപ്പെടുത്തിയിരുന്നു. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ സെമിയിൽ കേരള മണിപ്പൂർ മത്സരം. ഹൈദരാബാദിലാണ് കളി. ഇന്ന് ആദ്യം നടന്ന മത്സരത്തിൽ 2-നെതിരെ 4 ഗോളുകൾക്ക് സർവീസസിനെ വെസ്റ്റ് ബംഗാൾ പരാജയപ്പെടുത്തി. ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ സ്ഥാനത്ത് നിന്ന് വിരമിച്ചു. രാജ്ഭവനിൽ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, മറ്റ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകി. കേരളവുമായുള്ള ബന്ധം ഇനിയും തുടരുമെന്ന് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തും. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ വൈകിട്ട് 5-ന് തുറക്കും. തിരുവാഭരണ ഘോഷയാത്ര ജനുവരി 12-ന് പന്തളത്ത് നിന്ന് പുറപ്പെടും. പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൌണ്ടറുകൾ 10 ആയി ഉയർത്തും. ജനുവരി 14-നാണ് മകരവിളക്ക്. ജസ്റ്റിസ് ഗുർമീത് സിംഗ് സാന്ധവാലിയ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റു. ഷിംലയിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ ശിവ് പ്രതാപ് ശുക്ല സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു, മന്ത്രിമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം കനത്ത മൂടൽമഞ്ഞിനും ശൈത്യതരംഗത്തിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹിയിലെ ഗുരുഗ്രാമിൽ നിന്നും 5 സ്ത്രീകൾ ഉൾപ്പെടെ 7 അനധികൃത കുടിയേറ്റക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയച്ചു. ഡൽഹിയിലും NCR മേഖലയിലുടനീളമുള്ള അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തി കർശന നടപടിയെടുക്കാൻ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന ഉത്തരവിട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് നടപടി. നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിൽ ആദ്യ വാണിജ്യ വിമാനം വിജയകരമായി ലാൻഡ് ചെയ്തു. മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഇൻഡിഗോ A320 വിമാനമാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയത്. തുടർന്ന് വിമാനത്തിന് എയർ സല്യൂട്ട് നൽകി. ഓസ്ട്രേലിയയിലെ ഗ്രാംബിയൻസ് ദേശീയോദ്യാനത്തിൽ ഉണ്ടായ കാട്ടുതീയിൽ ദുരന്തം നേരിട്ടവർക്ക് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചു. തീപിടുത്തം നേരിട്ട തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഫെഡറൽ, സംസ്ഥാന സർക്കാരുകളുടെ സഹായധനം നാളെ മുതൽ ലഭ്യമാക്കും. ഈ മാസം 6-നുണ്ടായ ഇടിമിന്നലിന് ശേഷം ആരംഭിച്ച കാട്ടുതീയിൽ ഇതിനകം 70,000 ഹെക്ടറിലധികം കൃഷിയിടങ്ങളും ദേശീയ ഉദ്യാനവും കത്തിനശിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമുവുമായി രാഷ്ട്രപതി ഭവനിൽ കൂടിക്കാഴ്ച നടത്തി. അടുത്ത മാസം പ്രയാഗ്രാജിൽ നടക്കാനിരിക്കുന്ന മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ അദ്ദേഹം രാഷ്ട്രപതിയെ ക്ഷണിച്ചു. ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന മഹാകുംഭമേള ജനുവരി 13-ന് ആരംഭിച്ച് ഫെബ്രുവരി 26-ന് അവസാനിക്കും. ത്രിപുര റിന്യൂവബിൾ എനർജി ഡെവലപ്മെന്റ് ഏജൻസി കർഷകർക്കായി ഏറ്റെടുത്ത പുനരുപയോഗ ഊർജ്ജ പദ്ധതി വിലയിരുത്താൻ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് ത്രിപുരയിലെ സെപാഹിജാല ജില്ലയിലെ ചാരിലം ഗ്രാമം സന്ദർശിച്ചു. PM കുസും സ്കീമിന് കീഴിൽ 54 ഏക്കർ സ്ഥലത്ത് 27 SPV പമ്പുകളും LED അടിസ്ഥാനമാക്കിയുള്ള 35 SPV സ്ട്രീറ്റ് ലൈറ്റിംഗ് സിസ്റ്റങ്ങളും സ്ഥാപിച്ചതായി മന്ത്രി പറഞ്ഞു. ഈ സംരംഭങ്ങൾ കൃഷി വിജയകരമായി നടപ്പാക്കുന്നതിനും കർഷകർക്ക് ഇരട്ടി വരുമാനം ലഭിക്കുന്നതിനും സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബഹിരാകാശത്ത് വച്ച് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ISROയുടെ ഡോക്കിംഗ് ദൌത്യം സ്പേഡെക്സ് നാളെ വിക്ഷേപിക്കും. PSLV C-60 വിക്ഷേപണ വാഹനമാണ് സ്പേഡെക്സ് മിഷൻ ഉപഗ്രഹങ്ങളെ വഹിക്കുക. നാളെ രാത്രി 9:58-ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ വഴികാട്ടിയാണ് ഇന്ത്യൻ ഭരണഘടനയെന്നും അത് കാലത്തിന്റെ പരീക്ഷണത്തെ അതിജീവിച്ചതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർഗ്ഗാത്മക വ്യവസായത്തിൽ വൻ സാധ്യതയുള്ള ഇന്ത്യൻ സിനിമ നമ്മുടെ സമ്പദ്വ്യവസ്ഥയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നും പ്രധാനമന്ത്രി. ദക്ഷിണ കൊറിയയിൽ രാവിലെയുണ്ടായ വിമാനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 179 കേരളത്തിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി സംസ്ഥാന സർക്കാർ. തൃക്കാക്കര MLA ഉമാ തോമസിന് വീഴ്ചയെ തുടർന്ന് ഗുരുതര പരിക്ക്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ സർവീസസിനെ തകർത്ത് ബംഗാൾ ഫൈനലിൽ. രണ്ടാം സെമിയിൽ കേരള മണിപ്പൂർ പോരാട്ടം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.